ഞാൻ ഈ പറയുന്ന കേസിൻ്റെ ഡീറ്റെയിൽസ് ഒരു പേനയും പേപ്പർ എടുത്തുകൊണ്ട് വെച്ച് എഴുതി വെച്ചോ. ഫാമിലി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കേസിൻ്റെ ഡീറ്റെയിൽസ് ഒരു പേനയും പേപ്പർ എടുത്തുകൊണ്ട് വെച്ച് എഴുതി വെച്ചോ. ഇത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. സംഭവം നടക്കുന്നത് അങ്ങ് ഡൽഹിയിലാണ്, നമ്മുടെ ഷാരൂഖ് ഖാൻ്റെയൊക്കെ നാട്ടിൽ. 2020 ഈ ജോഡികൾ വിവാഹിതരാകുന്നത്. അതായത് ഷാരൂഖ് ഖാൻ്റെ ഫിർ ഭി ദിൽ ഹേ ഹിന്ദുസ്ഥാനി മൊഹബ്ബത്തേനൊക്കെ ഇറങ്ങുന്ന സമയം. വർഷങ്ങൾ കഴിഞ്ഞ് 2023 ഭർത്താവ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുകയാണ്. അതായത് ഷാരൂഖ് ഖാൻ്റെ പത്താനും ജവാനൊക്കെ ഇറങ്ങുന്ന സമയം. ഡിവോഴ്സ് കേസ് സ്റ്റാർട്ടായ ഉടനെ തന്നെ കോടതി എന്ത് ചെയ്തു? മീഡിയേഷൻ വിട്ടു. മീഡിയേഷനിൽ അവർ തമ്മിൽ ഒരു സെറ്റിൽമെൻറ്റിലെത്തി. സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് 1.5 കോടി രൂപ ഭാര്യയ്ക്ക് കോമ്പൻസേഷനായിട്ട് കൊടുക്കും. അതിൽ 75 ലക്ഷം ആദ്യം, പിന്നീട് രണ്ടാമത്തെ ഘട്ടമായിട്ട് കൊടുക്കും. അതിൽ 14 ലക്ഷം രൂപ ഭാര്യയ്ക്ക് പുതിയ കാർ വാങ്ങിക്കാനായിട്ട് കൊടുക്കും. ആന്തരണ കാറിൻ്റെ കണക്ക്, കല്യാണ സമയത്ത് കൊടുത്ത കാർ വല്ലതും എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ച് നശിപ്പിച്ച് കാണും. ഇതെല്ലാം പറഞ്ഞിട്ട് അവരൊരു മ്യൂച്വൽ ഡിവോഴ്സ് എഗ്രിമെൻറ്റും കൂടി ഫയൽ ചെയ്തു. പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പം ഭാര്യയെ മ്യൂച്വൽ ഡിവോഴ്സ് നിന്ന് പിന്മാറി. ഭാര്യയുടെ വകയിലുള്ള ഏതെങ്കിലും അമ്മാവന്മാർ പാര പണിത് കാണും, നമുക്കറിഞ്ഞൂടല്ല. കണ്ടില്ലേ കുട്ടികളുടെ മുഖം പൊട്ടിയിരിക്കണേ? തോന്നിയാസാ ചക്കൻ കാണിച്ചേ. പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെ അതിക്രമം കാണിക്കേ. ഈ ഡിവോഴ്സ് നിന്ന് പിന്മാറുക മാത്രമല്ല, ഈ ഭർത്താവിനെതിരെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് സെക്ഷൻ 12 പ്രകാരം മജിസ്ട്രേറ്റ് കോടതിയിൽ കേസും ഫയൽ ചെയ്തു. ഈ ഭർത്താവ് വെറുതെ നിന്നില്ല, അവൻ നേരെ ഡൽഹി ഹൈക്കോടതിയിൽ ഈ ഡൊമസ്റ്റിക് വയലൻസ് കേസ് കോഷ് ചെയ്യാനായിട്ട് പെറ്റീഷൻ കൊടുത്തു. ആര് കേൾക്കാൻ? ഡൽഹി ഹൈക്കോടതി ഈ പെറ്റീഷൻ എടുത്തു. പക്ഷെ ഭർത്താവ് വിട്ടില്ല. അയാളുണ്ടാ പിടിച്ചാലും അമർത്തിയാലും നിൽക്കണ്. അയാളൊരു ഒറ്റ പോക്കാണ് സുപ്രീം കോടതിയിലോട്ട്. ആർട്ടിക്കിൾ 142 അനുസരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ. 142 എന്ന് പറഞ്ഞാൽ എന്തിരുന്നാ? അത് സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക അധികാരമാണ്. വ്യക്തമായിട്ട് നീതി നടപ്പാക്കാൻ പ്രത്യേകിച്ചൊരു നിയമം ഒന്നും നിലവിലില്ലെങ്കിൽ സുപ്രീം കോടതിക്ക് അതിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ചിട്ട് ഏത് കേസിലും ഓർഡർ പറയാം. സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ മോശമായിപ്പോയി. അതായത് നിങ്ങൾ തമ്മിൽ മ്യൂച്വൽ എഗ്രിമെൻ്റ് പ്രകാരം മ്യൂച്വൽ ഡിവോഴ്സിന് വന്നിട്ട് എല്ലാ സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷം പിൻവലിച്ചത് തെറ്റായിപ്പോയി. കോടതി ഒന്നും നോക്കിയില്ല. നേരത്തെ പറഞ്ഞ 142 ആർട്ടിക്കിൾ പ്രകാരം ആ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കോഷ് ചെയ്യുകയും ചെയ്തു, ഡിവോഴ്സും അനുവദിച്ചു. എന്നിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ബാക്കി കൊടുക്കാനുള്ളതും കൂടെ കൊടുത്തേക്കണേടെ. അണ്ണാ നിങ്ങൾ കേസിൻ്റെ സൈറ്റേഷൻ പറഞ്ഞില്ലല്ലേ? സൈറ്റേഷൻ പറയാം, എന്താ എഴുതി കാണിച്ചിരിക്കില്ല, എഴുതി എത്തോ. അണ്ണാ നിങ്ങൾ എന്തിനീ ഈ ഷാരൂഖ് ഖാൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നാ? बड़े बड़े देशों में ऐसी छोटी छोटी बातें होती रहती हैं।